എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാർഡ് ഫാർമർ എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ കാലം അത്രയും നമ്മുടെ ചാനൽ കുടുംബത്തിൽ അംഗങ്ങളായി വന്ന എല്ലാ ആൾക്കാരും, ഒട്ടുമിക്ക ആൾക്കാരും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആൾക്കാർ ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുന്നുണ്ട്. വളരെ നല്ല നല്ല കമൻറ്റുകളാണ്. ഇത്രമാത്രം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. എനിക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഹാർഡ് ഫാർമർ എന്ന ഈ ചാനലിന് സാധിച്ചു. അതിൻ്റെ ഒരു പരിണിത ഫലമായിട്ടാണ് നല്ല നല്ല സ്നേഹസമ്പന്നരായിട്ടുള്ള ആൾക്കാർ ഈ ചാനലിലേക്ക്, ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മളെ വിളിക്കാറുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. പറ്റുമെങ്കിൽ കൂടുതലും കോളുകൾ വാട്സപ്പ് വഴി അയക്കുവാണെങ്കിൽ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾക്ക് ഹാർഡ് ഫാർമർ എന്ന ചാനൽ എന്നും കടപ്പെട്ടിരിക്കും. നമ്മുടെ ഈ നാട് ഇന്നല്ലെങ്കിൽ നാളെ നന്നാകും എന്ന ഒരു ആവശ്യവുമായിട്ടാണ് ഇറങ്ങിത്തിരിച്ചത്. എത്രമാത്രം ഈ യാത്ര മുന്നോട്ട് പോകും എന്നറിയത്തില്ല. വളരെയധികം ഭീഷണികൾ ഹാർഡ് ഫാർമർ ചാനലിലേക്ക് വരുന്നുണ്ട്. കൂടുതലും വിദേശത്തുള്ള, നമുക്ക് തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ലാത്ത കോളുകളാണ്. അങ്ങനെ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് വയനാട് ചൂരൽമലയിൽ വീഡിയോ എടുത്ത് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ചെന്നപ്പോൾ ഇതിനപ്പുറം ഭീഷണി ഉണ്ടായിട്ടുള്ളതാണ്. ഇതൊന്നും ഹാർഡ് ഫാർമർ ചാനലിനെ ഒട്ടും ബാധിക്കുന്നില്ല. നിങ്ങൾ തരുന്ന സപ്പോർട്ടുകൾ നമുക്ക് വലുതാണ്. ഭീഷണികൾ വീണ്ടും വീണ്ടും നമ്മളെ വീഡിയോ ഇടാനായിട്ട് പ്രേരിപ്പിക്കും. ഈ ഷൈനിയുടെ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചതിൽ പിന്നെ ആ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് വാർത്തയിടാനായിട്ട് ബിജുവിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചുങ്കം ഇടവകയിലുള്ള 2ഓളം വ്യക്തികൾ, അതായത് ചുങ്കം ഇടവകയിൽ പാരിഷ് കൗൺസിൽ അംഗമായ 2ഓളം വ്യക്തികൾ നമ്മളോട് അസസ്യം പറഞ്ഞുകൊണ്ട് എതിർപ്പ് ഉളവാക്കിക്കൊണ്ട് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് വന്നതും പിന്മാറിപ്പോയിട്ടുള്ളതാണ്. ഞാനൊന്ന് പറയുന്നു, എതിർപ്പാണേലും നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനായിട്ട് പ്രേരിപ്പിക്കും. നിങ്ങൾ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഭയപ്പെടുത്തി എന്നോർത്തുകൊണ്ട് ഹാർഡ് ഫാർമർ ചാനൽ മുന്നോട്ട് തന്നെയേ പോവുള്ളൂ. പിന്നോട്ട് വെച്ച ചരിത്രമില്ല. അത് നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾക്ക് വീഡിയോസിൽ കൂടെ നിങ്ങൾക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. നമ്മൾ നെഞ്ചുറപ്പോടുകൂടി ആർജവത്തോടുകൂടി നമ്മൾ നേരിടും. സത്യസന്ധത എവിടെയുണ്ടോ അവിടെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ ഹാർഡ് ഫാർമർ ചാനൽ അഹോരാത്രം ജനങ്ങൾക്ക് സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല. പ്രിയരെ, ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ എഡ്വിനെക്കുറിച്ചാണ്. എഡ്വിനെക്കുറിച്ച് ഈ ഫോണിലേക്ക് എഡ്വിനെക്കുറിച്ച് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഒരു ദിവസം ഒരു 8-10 കോളുകൾ ഹാർഡ് ഫാർമർ എന്ന ചാനലിലേക്ക് കടന്നു വരുന്നുണ്ട്. നമുക്ക് എല്ലാ കോളുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം ഞാൻ പറഞ്ഞല്ലോ, തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ ഞാൻ ഇതിനൊരു മറുപടി വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാകൂ എന്ന് എനിക്ക് ബോധ്യമായ കാരണമാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. കൂടുതലും വീഡിയോ ഇടാതെ ഞാൻ ശ്രമിച്ചു. എഡ്വിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ഇടാതെ ശ്രമിച്ചു. എഡ്വിന് നല്ല മിടുക്കനായ ഒരു പയ്യനാണ്, നല്ല സ്നേഹസമ്പന്നനായിട്ടുള്ള ഒരു പയ്യനാണ്. എന്താണ്, ഷൈനി ജന്മം കൊടുത്തൊരു മോനാണല്ലോ. ആ മോനെ ഷൈനി തന്നെയാണല്ലോ ഏറെക്കാലവും വളർത്തത്. അത് കാരണം അവന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്ത് വളർത്തിയ കാരണം എഡ്വിന് കുടുംബത്തിലെ എല്ലാവർക്കും ഒരു സഹായി ആയിട്ട് തന്നെയാണ് എഡ്വിൻ വളർന്നു വരുന്നത് എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എഡ്വിന് മീൻ തീറ്റ കൊടുക്കാനൊക്കെ അവൻ്റെ പാറക്കുളത്തിൽ പോവുകയും അവിടെ മീൻ തീറ്റ ഇട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ട് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞറിഞ്ഞു. അതുകൂടാതെ സൈക്കിളൊക്കെ ചവിട്ടിയാണ് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എഡ്വിന് ഈ പ്രാവശ്യത്തെ എക്സാം എഴുതാൻ പറ്റിയില്ല എന്നാണുള്ളൊരു അറിവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണെങ്കിലും അവന് വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട്. എഡ്വിന് നല്ലത് വരണം എന്നാണ് ഹാർഡ് ഫാർമർ ചാനലിലും അതുപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും, കേരളത്തിന് പുറത്തുള്ള എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത്. അത് കാരണമാണ് എഡ്വിനെക്കുറിച്ച് തിരക്കുന്നത് എന്നറിയാം. എഡ്വിന് സ്വഗൃഹത്തിലും, അതായത് എഡ്വിൻ നോബിയുടെ വീട്ടിലും അതുപോലെ തന്നെ അനുജൻ സിബിയുടെ വീട്ടിലും, 2 വീട്ടിലും മാറി മാറിയാണ് നിൽക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. കൂടുതൽ അയലോക്കത്തുള്ള ആൾക്കാരോട് മിണ്ടാൻ വരുന്നില്ല എങ്കിലും കാണുമ്പോൾ ചിരിച്ചു കാണിക്കാറൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഒരു മിടുക്കൻ കുട്ടിയായിട്ട് സന്തോഷവാനായിട്ട് തന്നെയാണ് എഡ്വിൻ്റെ നാട്ടിൽ ജീവിക്കുന്നത്. അതിന് എല്ലാ ദിവസവും രാവിലെ ചുങ്കം പള്ളിയിൽ സെമിത്തേരി വരികയും അമ്മയ്ക്കും പെങ്ങന്മാർക്കും വേണ്ടി പ്രാർത്ഥിച്ച് പോകാറുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എഡ്വിന് ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് പഠിക്കാനായിട്ട് ഇപ്പോൾ പോയിരിക്കുകയാണ്. എന്താണേലും അവന് നല്ലത് വരാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുക. അവനെ കുത്തി നോവിക്കുന്ന വീഡിയോയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ദയവ് ചെയ്ത് പറയാതിരിക്കുക. കാരണം അവന് നിങ്ങൾ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. എഡ്വിൻ്റെ ഭാവിയെക്കുറിച്ച് നാട്ടുകാർക്ക് വ്യക്തമായിട്ട് അറിയാം. എല്ലാ ആൾക്കാരും ഇത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവന് നല്ലൊരു സപ്പോർട്ട്, മെൻ്റലി സപ്പോർട്ട് കൊടുക്കുക. അത് കാരണമാണ് എഡ്വിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ചെയ്യാതിരുന്നത്. ഇപ്പോൾ എഡ്വിനെക്കുറിച്ച് ചില വീഡിയോയിൽ, അതായത് ചില ചാനലിൽ അങ്ങനെ ഒരു വാർത്തകൾ കാര്യങ്ങളൊക്കെ വരുന്നുള്ളതായിട്ട് ഞാൻ അറിയാൻ സാധിച്ചു. എന്താണെങ്കിലും എഡ്വിനെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുക. അവൻ മിടുക്കനായിട്ട് വളരട്ടെ. അവന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എഡ്വിൻ പഠിക്കുന്ന സ്കൂളിലും മിടുക്കനായിട്ട് തന്നെയാണ് പഠിക്കുന്നത്. അവിടുന്ന് ടീച്ചേഴ്സ് നല്ല സപ്പോർട്ട് കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്താണെങ്കിലും എഡ്വിന് നല്ലത് തന്നെ വരട്ടെ. നല്ലൊരു മിടുക്കൻ കുട്ടിയായിട്ട് അവൻ ഭാവിയിൽ വളർന്നു വരട്ടെ എന്ന്
ഹാർഡ് ഫാർമർ ചാനലിനൊപ്പം ഈ കേരളത്തിലും വിദേശത്തുള്ള എല്ലാ ആൾക്കാരും ആഗ്രഹിക്കും. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഓക്കെ ബൈ.